Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nahmadullaha wa nusalli wa nusallimu ala rasulihil amin. Sayyidina wa habibina wa imamina wa hadina Muhammadin wa alihi wa sallam. ആദരണീയനായ ഡോക്ടർ, ഞാൻ ഗുരുസ്ഥാനീയനായി കണക്കാക്കുന്ന ഡോക്ടർ കെ ഉസ്മാൻ അവരുടെ, പ്രിയങ്കരനായ റഹീം സാഹിബ്, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമും ഇതര മതദർശനങ്ങളും എന്ന വിഷയത്തിൽ ഒരു ചർച്ച ഇവിടെ നടക്കുമ്പോൾ അതിന് മുന്നോടിയായി ചില കാര്യങ്ങൾ, ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള ചില വർത്തമാനങ്ങൾ പറയാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ വായനയിൽ എനിക്ക് മനസ്സിലായ ചില സംഗതികളാണ് ഞാനിവിടെ പറയുക. അത് ആത്യന്തികമായ ശരിയാണെന്നോ അതാണ് ഖുർആനിന്റെ സമ്പൂർണമായ നിലപാടെന്നോ നിങ്ങൾ ധരിക്കരുത്. എനിക്ക് മനസ്സിലായത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അത് 3Fന്റെ അഭിപ്രായമല്ല, എന്റെ മാത്രം അഭിപ്രായമാണ്. അതിലുള്ള ശരികളെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതും അതിനുള്ള പിഴവുകളൊക്കെ എന്റെ ഭാഗത്ത് നിന്ന് ഉള്ളതുമാണ്. അതിനാൽ കേൾക്കുക, അതേക്കുറിച്ച് ആലോചിക്കുക, കൂടുതൽ ശരിയായതിലേക്ക് നാം സ്വയം ചെന്നെത്തുക എന്നുള്ളതാണ് ഖുർആനിന്റെ പഠന രീതി. നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകിയിട്ടുള്ള ബുദ്ധിയും യുക്തിയും ചിന്തയും വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുന്നതിന് ഉപയോഗപ്പെടുത്തേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്, നിർബന്ധമായ ബാധ്യതയാണ്. അത് മറ്റൊരാൾ ഉപയോഗപ്പെടുത്തി നമുക്ക് തരലല്ല, നാം തന്നെ ഉപയോഗപ്പെടുത്തി ഖുർആനിനെ കണ്ടെത്തലാണ് അതിന്റെ വഴി. ഇത് ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഇത് അവസാനം വരെയും നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയുമാണ്. ഇസ്ലാമും ഇതര മതദർശനങ്ങളും എന്ന വിഷയത്തോട് തന്നെ, ആ ഒരു തലവാചകത്തോട് തന്നെയുള്ള എന്റെ വിയോജിപ്പ് ഞാൻ തുടക്കത്തിലെ രേഖപ്പെടുത്തുകയാണ്. ഇസ്ലാം ഒരു മതമാണ് എന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതര മതദർശനങ്ങൾ എന്ന താരതമ്യം ഒരിക്കലും ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഇസ്ലാം എന്നാണ് മതമായി തീർന്നത്, അന്നു മുതലാണ് നമുക്ക് ദുരന്തങ്ങൾ തുടങ്ങിയത്. ഇവിടെ ബഹുമാന്യനായ റഹീം സാഹിബ് ഇസ്ലാമിക സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് യുവതയുടെ ഇന്നത്തെ ആത്യന്തികമായ നിലപാടുകളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, അതുമല്ലെങ്കിൽ നാം അതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ടി വരുന്നതൊക്കെ ഒരു മതം എന്ന നിലയിലേക്ക് ഇസ്ലാം ചുരുങ്ങുകയും ഒരു സമുദായം എന്ന നിലയിലേക്ക് മുസ്ലിങ്ങൾ മാറുകയും ചെയ്തപ്പോഴാണ്. അങ്ങനെയായിരുന്നില്ല ഇസ്ലാം എന്ന് ഇമാം അലി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള കാലഘട്ടത്തെ നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വളരെ ഭീകരമായ അട്ടിമറികളിലൂടെയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ മതകീയമായ പ്രശ്നങ്ങൾ ആരംഭിച്ചത് എന്നും നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലോ പ്രവാചകരുടെ കൂടെ ആദ്യകാലത്തുണ്ടായിരുന്ന സഖാക്കളുടെ മുന്നിലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായി അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ അത് ഒരു പ്രശ്നമായിട്ട് അവരുടെ മുന്നിൽ എത്തുകയോ ചെയ്തിരുന്നില്ല. കാരണം അവരൊരു മതത്തിന്റെ വക്താക്കളായിരുന്നില്ല, അവർ ഇസ്ലാമിന്റെ ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഖുറൈശികളുടെ ആളുകളായിരുന്നു, അവർ മക്കയുടെ ആളുകളായിരുന്നു, മദീനയുടെ ആളുകളായിരുന്നു, അവർ സമൂഹത്തിന്റെ മൊത്തം ആളുകളായിരുന്നു. അവർ വേറിട്ട് നിന്നിരുന്നില്ല.
അവരുടെ നാട്ടിന്റെ സംസ്കാരവും അവരുടെ നാട്ടിന്റെ ഭക്ഷ്യ രീതിയും അവരുടെ നാട്ടിലെ വസ്ത്രധാരണ രീതിയും അവരുടെ നാട്ടിലെ സംസാര രീതിയും ആഘോഷവും എല്ലാം അവരുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയമായ ചർച്ച മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. അപ്പോൾ ഇന്നിവിടെ നാം ചർച്ച ചെയ്യുന്നത് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ വന്നിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്, മുഹമ്മദ് നബി ചർച്ച ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. അവർക്ക് വേറിട്ട ഒരു ജീവിത രീതി ഉണ്ടായിരുന്നില്ല, വേറിട്ട ഒരു അഭിസംബോധന രീതി ഉണ്ടായിരുന്നില്ല, വേറിട്ട ഒരു ഭക്ഷ്യ സംസ്കാരമോ മറ്റൊരു വസ്ത്രധാരണ രീതിയോ ഉണ്ടായിരുന്നില്ല. എന്താണോ അബൂജഹലിന്റെ, അബൂ സുഫിയാന്റെ, എന്താണോ ഉത്ബത്തിന്റെയും ഉമയ്യത്തിന്റെയും ആ രീതി തന്നെയായിരുന്നു മുഹമ്മദ് നബിക്കും ഉണ്ടായിരുന്നത്. ആ സംസാരവും ആ രീതി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ചെയ്യേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഭിന്നമായി നാം ഇങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ടി വരുന്നത്, നാം ഒരു ന്യൂനപക്ഷ ഫിഖ് ഉണ്ടാക്കേണ്ടി വരുന്നത്, നാം ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് മാത്രമായിട്ടുള്ള ഒരു കർമ്മശാസ്ത്രം രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്, നാം വേറിട്ട് നിൽക്കുന്ന ഒരു ജാതിയും മതവും സമുദായവുമാണ് എന്ന ഒരു ബോധം നമുക്ക് എപ്പോഴോ ആരോ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചതിന്റെ ഫലമായിട്ടാണ്. ആദ്യമായി ഈ വിഷയത്തിന്റെ മുഖപുര എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, വർഗീയത ഇസ്ലാമിന് പൂർണ്ണമായും അന്യമാണ് എന്നുള്ളതാണ്. വർഗം എന്ന അർത്ഥത്തിൽ നാം മാറി നിൽക്കുകയും ഒരു സമൂഹത്തെ അവരുടെ ജാതിയുടെ, അവരുടെ മതത്തിന്റെ, അവരുടെ സമുദായത്തിന്റെ, അവരുടെ പേരിന്റെ, അവരുടെ ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ, രീതിയുടെ കാരണത്താൽ അവർ നമ്മിൽ നിന്ന് അന്യരാണെന്നും വ്യത്യസ്തരാണെന്നുമുള്ള ബോധമുണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഖുർആനികമായി തെറ്റാണ്, അത് പൂർണ്ണമായും അനിസ്ലാമികമാണ്. അങ്ങനെ ഒരു മാറ്റി നിർത്തൽ രീതി ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ സൂക്ഷ്മമായി വായിക്കുന്ന ഒരാൾക്ക് കണ്ടെത്താൻ സാധ്യമേ അല്ല. ഇവിടെ ഒരു പ്രശ്നം ഉള്ളത്, ഖുർആനാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമെന്ന് നാം നിരന്തരമായി പറയുമെങ്കിൽ പോലും ഖുർആൻ അടിസ്ഥാനമായി സ്വീകരിക്കുന്നതിന് മുന്നിൽ നമുക്ക് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ അടിസ്ഥാനമായി സ്വീകരിക്കാൻ നമുക്ക് വലിയ പ്രയാസമുണ്ട്. ഖുർആനാണ് അടിസ്ഥാനമെന്ന് നമ്മൾ പറയും. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്ന് പുരോഹിതന്മാർ പറയുന്നത് പോലെ. അങ്ങനെ പറയുമ്പോൾ തന്നെ പുരോഹിതന്മാരാണ് പൗരോഹിത്യമില്ല എന്ന് പറയുന്നത് എന്നതാണ് അതിലെ ഏറ്റവും വലിയ രസം. ഇതുപോലെയാണ് നമ്മൾ പറയുന്നത് ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്ന് നമ്മൾ പറയുകയും ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്നതിന് തെളിവായിട്ട് നാം ഒരു മഹദ്വചനം ഉദ്ധരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വലിയ വൈരുദ്ധ്യങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, വലിയ തമാശകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആനാണ് പ്രമാണം എന്നതിന് നാം മഹദ്വചനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇങ്ങനെ ഖുർആനാണെന്ന് സമർത്ഥിക്കുന്നതിന് നാം ആരുടെയൊക്കെയോ വാക്കുകൾ കടമെടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അപ്പോൾ ഖുർആനിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ ഒരുപാട് മതിലുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഒരുപാട് മറകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇസ്ലാം ഖുർആനികമല്ല എന്നുള്ളതാണ്. ഖുർആനിൽ നിന്നല്ല നാം ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്, ഇസ്ലാം പഠിച്ചിട്ടുള്ളത്. അത് പാരമ്പര്യത്തിൽ നിന്നാണ്, പൂർവികർ എഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്, രാജാക്കന്മാരുടെ സംസ്കാരത്തിൽ നിന്നും അവരുടെ രീതിശാസ്ത്രങ്ങളിൽ നിന്നുമാണ്, ആരൊക്കെയോ ഉണ്ടാക്കിയ കെട്ടുകഥകളായ ചരിത്രത്തിൽ നിന്നാണ്. ഇങ്ങനെയാണ് പ്രവാചക കുടുംബത്തോടുള്ള വിദ്വേഷത്തിൽ നിന്നാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് രാഷ്ട്രീയവും അല്ലാത്തതുമായ കാരണങ്ങളാൽ രൂപപ്പെട്ടു വന്ന ഒരു മതബോധത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് നാം നമ്മുടെ മതബോധത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്, ഖുർആനിൽ നിന്നല്ല. അപ്പോൾ ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന മതബോധത്തിന്റെ അടിസ്ഥാനം, അതിന്റെ വേരുകൾ നാം തേടിയാൽ ഖുർആനിൽ എത്തുകയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വേരുകൾ ഖുർആനിൽ ചെന്ന് നിൽക്കുകയില്ല, അത് പോയി നിൽക്കുന്നത് മറ്റു പലയിടത്തുമായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഖുർആനിലാണെന്നാണ്, അത് താമര വിചാരിക്കുന്നത് പോലെയാണ്, മണ്ണിലാണെന്ന് വിചാരിക്കുന്നത്, പക്ഷെ അത് വെള്ളത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വേരുകൾ ഖുർആനിലേക്ക് ചെന്നെത്തുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നത്. സംഗീതത്തെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ടാകുന്നത്, താടിയെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ടാകുന്നത്, വസ്ത്രത്തെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ടാകുന്നത്, ഭക്ഷണത്തെക്കുറിച്ച് ആശങ്കയുണ്ടാകുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നു എന്ന കാരണത്താൽ ക്ലാസ്സിലിരിക്കാൻ കഴിയില്ല. സത്യസന്ധമായിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇതാണ് അവർ ചെയ്യുന്നത്, വളരെ സത്യസന്ധമായിട്ടാണ്, വലിയ പുണ്യപ്രവൃത്തി എന്ന നിലയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് പിന്നെ സ്വർഗം നേടാൻ പര്യാപ്തമാണ്. ഈ പിന്നെ ICC-ലൊക്കെ പോകുന്ന കുട്ടികളൊന്നും അവർ വെറുതെ അങ്ങ് പോവുകയല്ല, അവർ സത്യമായിട്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു നാം ഇന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിൽ ഇങ്ങനെയുള്ള ചില ചാൻസുകളുണ്ട് എന്നുള്ളതാണ്, ഇങ്ങനെയുള്ള ചില പഴുതുകളുണ്ട്. ICC-ൽ പോയാൽ നിങ്ങൾക്ക് രക്തസാക്ഷിയുടെ കൂലി കിട്ടുമെന്ന് പഠിപ്പിക്കുന്നത് ഇന്നത്തെ ഇസ്ലാം തന്നെയാണ്. അത് സമ്മതിച്ചേ മതിയോ? അങ്ങനെ പഠിപ്പിക്കുന്നില്ല എങ്കിൽ ഇവർക്ക് ആ അധ്യാപനം കിട്ടുകയില്ല. അപ്പോൾ ഇന്നത്തെ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു തീവ്രവാദത്തിന് എവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇന്നത്തെ ഇസ്ലാമിൽ. കാരണം അത് ഖുർആനികമല്ല. ഖുർആനിൽ നിന്നും ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഖുർആനികമല്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ഖുർആനികമായിട്ട് നമുക്ക് ഇസ്ലാമിനെ പുനർനിർവചിക്കാനും പുനഃക്രമീകരിക്കാനും ആ ഇസ്ലാമിനെ നമുക്ക് സ്വീകരിക്കാനും സാധിച്ചാൽ ഇത്രയും മനോഹരമായ, ഇത്രയും ഉന്നതമായ, ഇത്രയും മാതൃകാപരമായ മറ്റൊരു ദർശനത്തെ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും, ഈ ലോകത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. ആർക്കും അത് സ്വീകരിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. പക്ഷേ നാം ഖുർആനികമായ ഇസ്ലാമിനെ അല്ല മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇസ്ലാമിന്റെ ഈ ഒരു ആവരണം, ഇസ്ലാമിന്റെ ഈ ഒരു മുഖം എന്ന് പറയുന്നത്, നാം അങ്ങനെ പരതി പുറകോട്ട് പോയാൽ രാജകൊട്ടാരങ്ങളുടെ ചുറ്റും പണിതിരിക്കുന്ന കെട്ടിടങ്ങളുടെ മൂലകളിൽ ഇരുന്നു കൊണ്ട് പുസ്തകം എഴുതിയ പണ്ഡിതന്മാരുടെ കഥകളിലേക്ക് നമ്മൾ ചെന്നെത്തും. CN അഹമ്മദ് മൗലവിയുടെ ഒരു പുസ്തകമുണ്ട്, ചന്ദ്രമാസപ്പിറവി എന്നാണ് ആ പുസ്തകത്തിന്റെ പേരങ്ങനെയാണെങ്കിൽ പോലും അതിൽ ചന്ദ്രമാസപ്പിറവിയെ കുറിച്ച് കുറച്ചേ പറയുന്നുള്ളൂ. അദ്ദേഹം അതിൽ പറയുന്നത് ഇസ്ലാമിന്റെ ഇന്നത്തെ ഈ കോലമുണ്ടായി തീർന്ന, ഇന്നത്തെ ഈ രൂപമുണ്ടായി തീർന്ന അവസ്ഥകളെ കുറിച്ചാണ് അതിൽ അദ്ദേഹം പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാം മുഹമ്മദ് നബിയുടെ ഇസ്ലാമിന്റെ കോലം കെട്ട അവശിഷ്ടമാണ്. ഇന്ന് കാണുന്ന ക്രിസ്തുമതം ഈസാ അലൈഹി ഇസ്ലാമിന്റെ ദീനിന്റെ കോലം കെട്ട അവശിഷ്ടമായതുപോലെ, ഇന്ന് കാണുന്ന യഹൂദമതം മൂസാ നബിയുടെ ദീനിന്റെ കോലം കെട്ട അവശിഷ്ടമായതുപോലെ, ഇന്ന് കാണുന്ന ഇസ്ലാം മുഹമ്മദ് നബിയുടെ ഇസ്ലാം അല്ല, മുഹമ്മദ് നബിയുടെ ഇസ്ലാമിന്റെ കോലം കെട്ട അവശിഷ്ടമാണ്. ഇതിൽ നിന്ന് യഥാർത്ഥ ഖുർആനികമായ ഇസ്ലാമിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സ് വിശാലമാകുന്നത് കാണാം. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ദഹ്റക്. ഈ പ്രപഞ്ചത്തോളം വിശാലമായ ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുകയും എല്ലാറ്റിനെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്. പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് അങ്ങനെയായിരുന്നല്ലോ, അള്ളാഹുവെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സെനിക്ക് നീ നൽകണമേ. പ്രവാചകന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായതായിട്ട് ഖുർആൻ എടുത്തു പറയുന്നത് അലം നശ്റഹ് ലക സദ്റക് എന്നാണ്. ഉൾക്കൊള്ളാനുള്ള, എല്ലാറ്റിനെയും സ്വീകരിക്കാനുള്ള മനസ്സ്. ആ മനസ്സാണ് നമ്മൾ മദീന പള്ളിയിൽ കാണുന്നത്. മദീന പള്ളി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം രണ്ടാമത്തെ പള്ളിയാണ്. മക്കയിലെ പള്ളി കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ മസ്ജിദുൻ നബവിയാണ്. അത് വിശുദ്ധമായ മൂന്നിൽ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത്, ആ പള്ളിയിൽ, പ്രവാചകന്റെ പള്ളിയിൽ മെഹ്റാബിന്റെ സമീപത്ത് നമുക്കൊരു കാഴ്ച കാണാം. പ്രവാചകൻ ഗിമ്മിക്ക് കളിക്കുന്ന ആളായിരുന്നില്ല, മതസാഹോദര്യം എന്ന പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ആളായിരുന്നില്ല. പ്രവാചകൻ ചെയ്യുന്നതൊക്കെയും പ്രവാചകന്റെ ആദർശമായിരുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നജ്റാനിൽ നിന്ന് വന്ന കുറെ പാതിരിമാർ, അവരുടെ കൂടെ അനുയായികളുമുണ്ട്. അവർ പ്രവാചകനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. അതിൽ ബിഷപ്പിന്റെ ഒരു പ്രതിനിധിയുമുണ്ട്. പ്രവാചകനെ കാണാൻ വന്നതാണ്. അവർ പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആയിടെ അവരുടെ മുഖത്ത് അസ്വസ്ഥതകൾ പ്രകടമായി. സൂക്ഷ്മമായി മനുഷ്യനെ വായിക്കാൻ പഠിച്ച പ്രവാചകൻ അവരോട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ മുഖത്തൊരു അസ്വസ്ഥത? നിങ്ങളുടെ ഭാവങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടല്ലോ, നിങ്ങളുടെ സംസാരം ഒരു ഏകാഗ്രത കിട്ടുന്നില്ലല്ലോ, എന്താണ് നിങ്ങൾക്ക്? അതോ ഞങ്ങളുടെ പ്രാർത്ഥനാ സമയമായി, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരിടം പുറമെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ അല്പം സമയം തരണം. പ്രവാചകൻ അതിന് പറഞ്ഞ മറുപടി, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാമല്ലോ എന്നാണ്. എവിടെ? അത് മദീന പള്ളിയാണ്, മസ്ജിദുൻ നബവിയാണ്. മസ്ജിദുൻ നബവിയുടെ മെഹ്റാബിലാണ് അവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാമല്ലോ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അത് അവരെ സുഖപ്പെടാനുള്ള ഒരു വർത്താനായിരുന്നില്ല, അത് മുഹമ്മദ് നബിക്ക് അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ അവര് പറഞ്ഞത് വേണ്ട, ഞങ്ങൾക്ക് പുറത്തു പോകാം. അല്ല, ഇത് ദേവാലയമാണ്, ഇവിടെ വെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ വെച്ചാണ്, ഇവിടെ വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അവർ ക്രൂശിത രൂപം എടുത്ത് മുന്നിൽ വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പ്രവാചകൻ അത് സാഗോദം നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ എടുത്ത് അവർ ബാഗിൽ വെച്ചതിന് ശേഷം പ്രവാചകനോട് സംസാരം തുടർന്നു. മഗ്രിബിന്റെ സമയമായപ്പോൾ പ്രവാചകൻ നിസ്കരിച്ചു. അവർ നോക്കി നിന്നു. ഇത് ഒരു ശിവഗിരിയിൽ നടക്കുന്ന ഒരു മതസാഹോദര്യ സമ്മേളനമോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സംഘടനകളുടെ സമ്മേളനങ്ങളിൽ നടക്കുന്ന മതസൗഹാർദ്ദ സെഷനോ ആയിരുന്നില്ല. ഇത് പ്രവാചകന്റെ ആദർശമായിരുന്നു.
ഇതിനെ ചോദ്യം ചെയ്ത ഒരു സഹാബിയും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനെ ചോദ്യം ചെയ്യാതെ ഉൾക്കൊള്ളാനുള്ള വിശാലതയായിരുന്നു അവർക്ക് അവരുടെ ദീൻ സമ്മാനിച്ചിരുന്നത്. പ്രവാചകരെ ഇവിടെ നടന്നത് ശുദ്ധ ചെറുക്കല്ലേ? അവർ ക്രൂശിത രൂപത്തിന്റെ മുന്നിലല്ലേ പ്രാർത്ഥിച്ചത്? അവർ മുട്ടുകൂറി കുത്തിയിരുന്നല്ലേ പ്രാർത്ഥിച്ചത്? ഇത് അനുവദിക്കാൻ പറ്റുമോ? അങ്ങേക്കെന്താണ് ഇസ്ലാമിക സ്പിരിറ്റ് ഇല്ലാതെ പോയത് എന്ന് അവർക്ക് ചോദിക്കേണ്ടി വന്നില്ല. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലത അവരുടെ ദീനിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്നു. ഈ ഒരു വിശാലതയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാനതിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് വരികയാണ്. ഇത് ആമുഖമായി പറയുന്നത്, നാം ഇന്ന് കാണുന്ന പലതും, ഇന്ന് നാം വിചാരിക്കുന്ന പലതും ഇസ്ലാമികമല്ല എന്ന് നാം തിരിച്ചറിയുമ്പോഴുള്ള ഞെട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം ഒരു മതമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തെക്കുറിച്ച് വർത്തമാനം പറയുന്നില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗം സ്വർഗത്തിലാണെന്നോ ഏതെങ്കിലും ഒരു മതവിഭാഗം നരകത്തിലാണെന്നോ ഇസ്ലാമിന് അഭിപ്രായമില്ല. അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗനരകങ്ങൾ വീതിച്ചു കൊടുക്കുന്ന ഏർപ്പാടും ഇസ്ലാമിനില്ല. മുസ്ലിങ്ങൾ എല്ലാവരും സ്വർഗത്തിലാണ്, ഹിന്ദുക്കൾ എല്ലാവരും നരകത്തിലാണ് എന്നോ തിരിച്ചോ ഇസ്ലാം പറയുന്നില്ല. ഖുർആൻ അങ്ങനെ പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഖുർആൻ അതിനെ അടിച്ചുടക്കുന്നുണ്ട്. ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളുടെയും വേദക്കാരുടെയും വ്യാമോഹങ്ങൾ അവിടെ ഇരിക്കട്ടെ. ലൈസ ബി അമാനിയിക്കും, നിങ്ങളുടെ വ്യാമോഹം അല്ല കാര്യം. വല അമാനി അഹ്ലിൽ കിതാബി, വേദക്കാരുടെ വ്യാമോഹങ്ങളുമല്ല. എന്നിട്ട് ഖുർആൻ പറയുന്നു, മൻ യഅമൽ സൂഅൻ ലിയുജ്സ ബിഹി ലയുജ്സ ബിഹി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ. എന്താണ് വേദക്കാരുടെ വ്യാമോഹം? ഞങ്ങളാണ് സ്വർഗത്തിൽ കടക്കുക, ഞങ്ങൾ നരകത്തിൽ കടക്കൂല. അഥവാ നരകത്തിൽ പോയാലും ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ് രക്ഷപ്പെടും. അങ്ങനെയാണ് ലൻ തമസ്സനാറു ഇല്ല അയ്യാമം മഅദൂദ എന്നാണ്. ഞങ്ങൾ നരകത്തിൽ പോകുന്ന അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ല. അഥവാ ഞങ്ങളെ നരകത്തിൽ ദൈവത്തിന് അബദ്ധം പറ്റി ഇട്ടാൽ തന്നെ കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ രക്ഷപ്പെടും. ഇതായിരുന്നു വേദക്കാരുടെ നിലപാടെന്ന് ഖുർആൻ പറയുന്നു. ഇതേ നിലപാട് തന്നെയാണ് നമുക്കുള്ളത്. ഇന്നത്തെ മുസ്ലിം സമുദായത്തിനും ഈ നിലപാടിൽ നിന്ന് ഭിന്നമായ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടല്ല. ഖുർആൻ ഏതൊരു കാര്യത്തെയാണോ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്, ഒരു സമുദായത്തിന്റെ സാമുദായികതയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, നിങ്ങൾ ഒരു കുലത്തിൽ പിറന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും മോശമായ ഒരു അധ്യാപനത്തെ തച്ചുടച്ച് അവന്റെ കർമ്മഫലമാണ് സ്വർഗനരകങ്ങൾ, രക്ഷാശിക്ഷകൾ എന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഖുർആനിന്റെ ആളുകൾ എന്ന് പറയുന്നവർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഇന്ന് സമുദായത്തിൽ പിറന്ന കാരണത്താൽ, ഇന്ന് ഒരു മതത്തിൽ പിറന്ന കാരണത്താൽ, ഇന്ന് മാതാപിതാക്കളുടെ മക്കളായ കാരണത്താൽ, ഞങ്ങളുടെ പേര് അറബിയിലായ കാരണത്താൽ, ഞങ്ങൾ തണ്ടമിട്ട കാരണത്താൽ, ഞങ്ങളുടെ താടി ഇത്രയും ഇഞ്ച് നീണ്ട കാരണത്താൽ ഞങ്ങൾക്ക് സ്വർഗം നിർബന്ധമാണ്. അഥവാ നരകത്തിലേക്ക് പോകേണ്ടി വന്നാലും ഞങ്ങളെ പിടിച്ച് പിന്നീട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്ന ഖുർആൻ പാടെ നിരാകരിച്ച വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളോട് ഖുർആൻ പറയുന്നു, ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ്. അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് ആരെയും മതത്തിന്റെയോ ജാതിയുടെയോ പേര് പറഞ്ഞിട്ട് അയക്കുന്ന പരിപാടിയില്ല. പിന്നെയോ ആരാണോ നന്മ ചെയ്തത് അവർക്ക് രക്ഷയുണ്ട്, ആരാണോ തിന്മ ചെയ്തത് അവർക്ക് ശിക്ഷയുണ്ട്. ഇത് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. അപ്പോൾ നന്മയും തിന്മയും ഇതിന്റെയൊക്കെ അടിസ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അല്ലാഹു നീതിമാനാണ് എന്നുള്ളതാണ്. അല്ലാഹു നീതിമാനാണ്. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ലാഹുവാണ് നീതി എന്ന് പറയേണ്ടി വരും. കാരണം അദിൽ എന്ന ഗുണം അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹു ആദിൽ മാത്രമല്ല, അല്ലാഹു അദിലും കൂടിയാണ്. അദിൽ എന്നാൽ നീതിയാണ്. അല്ലാഹു നീതിയാണ്. അത്യന്തികമായ നീതി അല്ലാഹുവിൽ നിന്നാണ് ഉണ്ടാവുക. അപ്പോൾ നീതിക്ക് വിരുദ്ധമായത് അല്ലാഹുവിൽ നിന്നുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ അങ്ങനെയാണ്, തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദില. അള്ളാഹുവിന്റെ വചനം പൂർണ്ണമാകുന്നത് സത്യവും നീതിയും അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പൂർണ്ണമാകുന്നത്. അള്ളാഹുവിന്റെ വചനങ്ങളിൽ, അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നീതിക്ക് വിരുദ്ധമായതൊന്നും ഉണ്ടാവില്ല. നീതിക്ക് വിരുദ്ധമായതുണ്ടാകാൻ പാടില്ല. അപ്പോൾ നന്മയാര് ചെയ്തുവോ അവന് രക്ഷയുണ്ട്, തിന്മയാര് ചെയ്തുവോ അവന് ശിക്ഷയുണ്ട്. ആ നന്മ ചെയ്യുന്നവന്റെയും തിന്മ ചെയ്യുന്നവന്റെയും പേര്, ജാതി, കുലം, സമുദായം, അവന്റെ വേഷം, അവന്റെ ഭാഷ, അതൊന്നും നോക്കുന്ന പ്രശ്നം അല്ലാഹുവിനില്ല. ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. ഞാനും വിശുദ്ധ ഖുർആനിന്റെ ഉദ്ധരണികളെ സമർത്ഥിക്കുന്നതിനു വേണ്ടി മഹദ്വചനങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ്. നിങ്ങളുടെ ഭാവങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. ഇവിടെ ശരീരം എന്ന് പറയുന്നത് ജാതിയാണ്, ഭാവം എന്ന് പറയുന്നത് സമുദായമാണ്. അതിലേക്കൊന്നും അല്ല അള്ളാഹു നോക്കുന്നത്. പിന്നെയോ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ മനോവികാരങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ്. അപ്പോൾ ഒരു ജാതിയുടെ, ഒരു മതത്തിന്റെ പേരിൽ ശ്രേഷ്ഠത ഉണ്ടായിത്തീരുക ഒരിക്കലും ഉണ്ടാകുന്നില്ല. അത് വ്യാമോഹം മാത്രമാണ്.
വിശുദ്ധ ഖുർആൻ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സൂറ ബഖറയിൽ പറയുന്നുണ്ട്, സൂറ മാഇദയിൽ പറയുന്നുണ്ട്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇത് വ്യത്യസ്തമായിട്ട് ഇത് പിന്നെ നസാറ എന്നുള്ളതിനെ മുന്തിച്ചും സാബിഈ എന്നുള്ളതിനെ പിന്തിച്ചും സൂറത്തുൽ മാഇദയിലുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ മറ്റൊരു രൂപത്തിൽ മജൂസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? എല്ലാവർക്കും അറിയാം. ഇന്നല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വല്ലദീന ഹാദു, യഹൂദരായിട്ടുള്ളവർ, വന്നസാറ, ക്രൈസ്തവരായിട്ടുള്ളവർ, വസ്സാബിഈന, സാബിഈകൾ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഇവരിൽ ആരാണോ ദൈവത്തിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നത്, വഅമില സാലിഹൻ, ആരാണോ സത്കർമ്മങ്ങൾ ചെയ്യുന്നത്, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ നാഥങ്കിൽ ഉന്നതമായ പുണ്യങ്ങളുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ ഭയക്കേണ്ടതുമില്ല. ഇത് വളരെ വ്യക്തമാണ് ആയത്ത്. ഏത് കൊച്ചുകുട്ടിക്കും വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാഥമികമായ ശൈലിയിൽ തന്നെ ഖുർആൻ പറയുകയാണ്. വിശ്വസിച്ചവർ, യഹൂദർ, നസാറാക്കൾ, സാബികൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷ ആളുകളും പറഞ്ഞിട്ടുള്ളത്, ഇബ്നു അബ്ബാസ് ഉൾപ്പെടെയുള്ള സഹാബികളും പറഞ്ഞിട്ടുള്ളത്, അവർ പ്രകൃതി ആരാധകരാണ് എന്നുള്ളതാണ്. പ്രകൃതി ആരാധകരും ക്രിസ്ത്യാനികളും യഹൂദരും മുസ്ലിങ്ങളുമായിട്ടുള്ള ആളുകൾ, അവരിൽ ആരാണോ ദൈവവിശ്വാസികൾ, ആരാണോ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ, ആരാണോ പരലോകബോധമുള്ളവർ, അവർക്ക് അള്ളാഹുവിങ്കിൽ, അവരുടെ റബ്ബിന്റെ അടുത്ത്, അവരുടെ നാഥന്റെ അടുത്ത് ഉന്നതമായ പുണ്യങ്ങളുണ്ട്. ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല. ആരാണോ ഈ 3 ക്വാളിറ്റി ഉണ്ടാകണം. ഒന്ന് ദൈവവിശ്വാസികളായിരിക്കണം, മറ്റൊന്ന് പരലോകബോധമുള്ളവരായിരിക്കണം, അവരേത് ശരീഅത്ത് പിൻപറ്റുന്നു എന്നതുപോലും പ്രശ്നമല്ല എന്ന് ഉസ്താദ് റഷീദ് റിള അദ്ദേഹത്തിന്റെ തഫ്സീർ അൽ മനാറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഉസ്താദ് റഷീദ് റിള ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൽ അറേബ്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിശാലിയായ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ എഴുതി പൂർത്തിയാക്കാൻ കഴിയാത്ത ഏതാണ്ട് സൂറ യൂസുഫ് വരെ എഴുതിയ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ വിശദമായി ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് സർവമത സത്യവാദം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മളിവിടെ കുറെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഒരുപാട് പദാവലികൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ ഈ പദാവലികൾ നമുക്കൊരു വലിയ ആശ്വാസമാണ്. ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് പറ്റാത്തത് പറയുമ്പോഴേക്കും ആ പദാവലികളുടെ ഒരു പൂമാലയെടുത്ത് അയാളുടെ കഴുത്തിൽ ചാർത്തിയാൽ അടയാളപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയാണ്. എന്താണ് നമ്മൾ പറയുന്നതെന്നോ? ഇബ്രാഹിം നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തഅബുദൂന മാ തൻഹിത്തുൻ, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതിനെ നിങ്ങൾ സുജൂദ് ചെയ്യുകയാണോ, നിങ്ങൾ കുനിയെ കുമ്പിടുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ പദാവലികൾക്ക് മുന്നിൽ നമ്മൾ നമിച്ചു നിൽക്കുന്ന, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നതും ഷീഇ എന്ന് പറയുന്നതും അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നതുമായ കുറെ പദാവലികളെ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ആ പദാവലികൾക്ക് മുന്നിൽ കുനിയുന്ന, ഞാൻ അഹ്ലുസുന്നത്തിന്റെ ആളാണ്, ഞാൻ അഹ്ലു ബൈത്തിന്റെ ആളാണ്. ഇത് ആരുണ്ടാക്കിയതാണ്? ഈ അഹ്ലു സുന്നത്ത് എന്ന ശബ്ദം മുഹമ്മദ് നബി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ? അപ്പൊ അങ്ങനെ നമ്മൾ കുറെ പദാവലികൾ ഉണ്ടാക്കിയ പദാവലികൾക്ക് മുന്നിലാണ് നമ്മൾ എപ്പോഴും നമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ചില നന്മ ഉയർത്താനും ഇകഴ്ത്താനും, പുകഴ്ത്താനും ഇകഴ്ത്താനും നമ്മൾ ഉണ്ടാക്കി വെച്ച കുറെ പദാവലികളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ രക്ഷാശിക്ഷകളുടെ അടിസ്ഥാനമായി അള്ളാഹു പരിഗണിക്കുന്നത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ കൂട്ടത്തിൽ ക്രൈസ്തവരും യഹൂദരുമായിട്ടുള്ള സഹാബികളുടെ എണ്ണം എത്രയുണ്ട്? മക്കയിൽ പ്രവാചകനില്ലാത്ത, വേദമില്ലാത്ത, ഒരു ധർമ്മസംഹിതയില്ലാത്ത, പ്രത്യേകമായ ഒരു ധാർമ്മികമായ ചട്ടക്കൂടില്ലാതെ തോന്നിയതുപോലെ ഗോത്ര സംസ്കൃതിയിൽ ജീവിച്ചിരുന്ന, ഗോത്രമുഖ്യൻ എന്ത് പറയുന്നുവോ അതെന്ത് വൃത്തികേടാണെങ്കിലും നിയമമായി അംഗീകരിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന അറേബ്യൻ ജനങ്ങളെ, മക്കയിലെ ജനങ്ങളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദത്തിലേക്കും ദൈവത്തിലേക്കും ക്ഷണിച്ചു. മദീനയിൽ ചെന്ന് ഔസ് ഹസ്രജിനെയും അങ്ങനെ ക്ഷണിച്ചു. അവരൊക്കെയും പ്രവാചകന്റെ ശിഷ്യന്മാരായി മാറി. എന്നാൽ പ്രവാചക ശിഷ്യരിൽ യഹൂദരും ക്രൈസ്തവരുമായിട്ടുള്ള ആളുകൾ എത്രയുണ്ടായിരുന്നു? അങ്കുലി പരിമിതരാണവർ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്?
വേദക്കാർ അവരുടെ കയ്യിലുള്ള വേദമനുസരിച്ചാണ് വിധി നടത്തേണ്ടത്. എന്തിനാണ് അവർ നിന്റെ അരികിലേക്ക് വരുന്നത്? അവരുടെ കയ്യിൽ തൗറാത്ത് ഉണ്ടല്ലോ എന്ന് അള്ളാഹു ആശ്ചര്യം കൂറുന്നുണ്ട്. അവരുടെ കയ്യിൽ തൗറാത്ത് ഉണ്ടാകുമ്പോൾ അവർ എന്തിന് നിന്നെ തേടി വരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇഞ്ചീലിന്റെ ആളുകൾ അള്ളാഹു അവർക്ക് അവതരിപ്പിച്ച ഇഞ്ചീല് കൊണ്ടാണ് വിധിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് വേദക്കാരോടുള്ള നമ്മുടെ സമീപനം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വേദമനുസരിച്ച് ജീവിക്കുകയാണ് അവർ ചെയ്യേണ്ടത് എന്ന ഒരു പ്രബോധന ശൈലിയാണ് പ്രവാചകൻ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരുടെ വേദമനുസരിച്ച് അവർ ജീവിക്കുകയാണ്. അവരുടെ വേദത്തിൽ പൗരോഹിത്യം അവരുടെ വേദത്തിൽ കടത്തിക്കൂട്ടിയിട്ടുള്ള സ്ഖലിതങ്ങളെ കണ്ടെത്തി അത് തിരുത്തി അവരുടെ വേദമനുസരിച്ച് അവർ ജീവിക്കുകയാണ് വേണ്ടത്. എല്ലാ വേദങ്ങളെയും അവർ അംഗീകരിക്കണം. എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കണം. എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ അംഗീകരിക്കുന്നത് പോലെ നിന്നിലും വിശ്വസിക്കണം, നിനക്ക് അവതരിച്ചതിലും വിശ്വസിക്കണം, നിന്റെ പൂർവികരായ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, ആ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച വേദത്തിലും വിശ്വസിക്കണം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله. അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കണം. ഞാൻ ഈസാ നബിയിൽ വിശ്വസിക്കാതെ എനിക്ക് മുസ്ലിമാകാൻ കഴിയില്ല. മൂസാ നബിയിൽ വിശ്വസിക്കാതെ മുസ്ലിമാകാൻ കഴിയില്ല. ഇബ്രാഹിം നബിയിൽ വിശ്വസിക്കാതെ എനിക്ക് മുസ്ലിമാകാൻ കഴിയില്ല. അതിനർത്ഥം ഞാൻ ഈസാ നബിയുടെ ശരീഅത്ത് പിൻപറ്റണമെന്നല്ല, ഞാൻ മൂസാ നബിയുടെ ശരീഅത്ത് പിൻപറ്റണമെന്നല്ല. ഇതുപോലെ ഒരു ഈസവി ശരീഅത്തിനെ പിൻപറ്റുന്ന ഒരാൾക്ക് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചേ മതിയാകൂ. അതിന്റെ അർത്ഥം അയാൾ മുഹമ്മദ് നബിയുടെ ശരീഅത്തിനെ പിൻപറ്റണമെന്നല്ല. ഒരു മൂസവി ശരീഅത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മുഹമ്മദ് നബിയെ അംഗീകരിച്ചേ മതിയാകൂ. അതിനർത്ഥം അയാൾ മുഹമ്മദി ശരീഅത്തിനെ പിൻപറ്റണമെന്നല്ല. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നതും പിൻപറ്റുക എന്ന് പറയുന്നതും രണ്ടായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഈസാ നബിയിൽ വിശ്വസിച്ചാലേ ഒരാൾ മുസ്ലിമാകൂ, മൂസാ നബിയിൽ വിശ്വസിച്ചാലേ ഒരാൾ മുസ്ലിമാകൂ എന്നതുപോലെ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചാലേ ഒരാൾ നസ്രാനിയാകൂ, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചാലേ ഒരാൾ യഹൂദനാകൂ. ഇങ്ങനെ വളരെ കൃത്യമായി ഖുർആൻ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ട് തന്നെ ഖുർആൻ അത് പറയുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും സകല വേലിക്കെട്ടുകളെയും പൊളിച്ച് മനുഷ്യന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവന്റെ രക്ഷാശിക്ഷകൾ എന്ന് വളരെ കൃത്യമായി, മോക്ഷമെന്ന് വളരെ കൃത്യമായി ഖുർആൻ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യം, വേദക്കാരെ കുറിച്ച് പറയുന്നിടത്ത് എല്ലാ വേദക്കാരും ഒരുപോലെയല്ല. ലൈസു സവാഅൻ മിൻ അഹ്ലിൽ കിതാബ്, എല്ലാ വേദക്കാരും ഒരുപോലെയല്ല. എന്നിട്ട് പറയുന്നു ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ. അവർ ദൈവിക വചനങ്ങളെ പിൻപറ്റുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിന്റെ മാസ്മരികതയിൽ അവർ പാതിരാവിൽ പോലും ദൈവത്തിന്റെ മുന്നിൽ നമിക്കുകയും ചെയ്യുന്നവർ അക്കൂട്ടത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. വേദക്കാരെല്ലാവരും ഒരുപോലെയല്ല. ലൈസു സവാഅൻ മിൻ അഹ്ലിൽ കിതാബ്. എന്താണ് ഇതിന്റെ അർത്ഥം? വേദക്കാരെല്ലാവരും ഒരുപോലെയല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പാതിരാവിൽ എഴുന്നേറ്റ് വേദം വായിക്കുന്നു. അവരേത് വേദമാണ് വായിക്കുക? വേദക്കാർ, ക്രിസ്ത്യാനികൾ അവരേതായാലും ഖുർആൻ വായിച്ചിട്ടല്ലോ കരയുക. യത്ലൂന ആയാത്തില്ല, അവർ വായിക്കുന്ന ആയത്ത് ഏതായിരിക്കും? വിശുദ്ധ ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അൽ ഖുർആൻ യുഫസ്സിറു ബഅദുഹു ബഅദ. ഖുർആൻ തന്നെ സ്വയം അതിനെ വ്യാഖ്യാനിക്കും. അപ്പോൾ വേദക്കാർ പാതിരാവിലെ എഴുന്നേറ്റ് വേദം വായിക്കും. ഏത് വേദമാണ് അവർ വായിക്കുക? ഖുർആനാണോ വായിക്കുക? യഹൂദർ എഴുന്നേറ്റ് തൗറാത്ത് വായിക്കും, ക്രൈസ്തവർ എഴുന്നേറ്റ് ബൈബിൾ വായിക്കും. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ ബൈബിളിൽ മാറ്റത്തിരുത്തലുകൾ വന്നിട്ടില്ലേ എന്നാണ്. മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ മാറ്റത്തിരുത്തലുകൾ വന്നത് മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുൻപാണ്. മുഹമ്മദ് നബി ജനിക്കുന്നതിന്റെ 150 വർഷം മുമ്പ് അന്തോക്യായിൽ വെച്ച് നടന്ന സുന്നഹദോസിലാണ് അവസാനമായി ബൈബിളിലുള്ള പ്രക്ഷിപ്തങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അത് 4 സുവിശേഷങ്ങളായി തീരുമാനിക്കപ്പെട്ടത്. അതിനുശേഷം പിന്നീട് ആ ബൈബിളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയുടെ മുന്നിലേക്ക് അവർ കൊണ്ടുവന്ന ബൈബിൾ തന്നെയാണ് ഇന്നുള്ള ബൈബിൾ. മാറ്റത്തിരുത്തലുകളൊക്കെ അതിനു മുമ്പ് നടന്നു പോയിട്ടുണ്ട്. അതിനു മുമ്പ് പ്രവാചകൻ ജനിക്കുന്നതിന് 150 വർഷങ്ങൾക്ക് മുൻപ് കൂടിയ സുന്നഹദോസിൽ അംഗീകരിച്ച ബൈബിളാണ് ഇന്നും നിലവിലുള്ളതെന്നർത്ഥം. അപ്പോൾ ആ ബൈബിളായിരുന്നു പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ നിങ്ങളുടെ വേദം കൊണ്ടുവരൂ. പ്രവാചകൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വേദം കൊണ്ടുവരൂ. അവർ വേദം കൊണ്ടുവന്നു. ഏത് വേദമാ കൊണ്ടുവന്നത്? ആ സുന്നഹദോസിൽ അംഗീകരിച്ച വേദം. ആ വേദമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അതേ വേദം തന്നെയാണ് ഇന്നുമുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത്
വേദം എന്ന് പറയുന്നത് ഒരു വേദം മറ്റൊരു വേദത്തെ, ഇത് വലിയ ഒരു ഭീകരമായ ഒരു വിശ്വാസം എന്ന ഒരു തലത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു വളരെ ഭീകരമായിട്ടുള്ള സംഗതിയാണ്. ഒരു വേദം മറ്റൊരു വേദത്തെ ദുർബലപ്പെടുത്തും. ഖുർആൻ ഇറങ്ങിയതോടുകൂടി എല്ലാ വേദങ്ങളും ദുർബലപ്പെട്ടു പോയി. ഇത് വിശുദ്ധ ഖുർആനിന്റെ തത്വങ്ങൾക്കെതിരാണ്. മുസദ്ദിഖൻ മുഹൈമിനൻ, ഖുർആൻ പറയുന്നു എല്ലാ വേദങ്ങളെയും സത്യപ്പെടുത്തിയും സാക്ഷീകരിച്ചുമാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിന്റെ മുമ്പ് അവതരിച്ചിട്ടുള്ള എല്ലാ വേദങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ട് അവതരിച്ചു ഖുർആൻ. സത്യപ്പെടുത്തുക എന്നത് ദുർബലപ്പെടുത്തുക എന്നാണോ? ഒരു വേദവും മറ്റൊരു വേദത്തെ ദുർബലപ്പെടുത്തുന്നില്ല. ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകനെ ദുർബലപ്പെടുത്തുകയില്ല. എല്ലാവരും പരസ്പരം ശാക്തീകരിക്കുന്നവരും പരസ്പരം അംഗീകരിക്കുന്നവരും പരസ്പരം സ്ഥിരീകരിക്കുന്നവരും സത്യപ്പെടുത്തുന്നവരുമാണ്, സാക്ഷീകരിക്കുന്നവരാണ്. ഒരു വേദവും മറ്റൊരു വേദത്തെ ദുർബലപ്പെടുത്തില്ല. അതൊന്നൊന്നിന്റെ തുടർച്ചയാണ്. ദുർബലപ്പെടുത്തുക എന്നതിനർത്ഥം ദൈവത്തിന്റെ വചനങ്ങൾക്ക് നാശമുണ്ട് എന്നാണ്. ദൈവത്തിന്റെ വചനങ്ങൾക്ക് നാശമുണ്ടാകാൻ പാടില്ല. കാരണം ദൈവത്തിന്റെ ഗുണങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവം സർവജ്ഞനാണെങ്കിൽ ദൈവത്തിന്റെ വചനം സർവജ്ഞത ഉൾക്കൊള്ളുന്നതായിരിക്കണം. അപ്പോൾ ഇന്ന് അവതരിപ്പിച്ചത് നാളെ തിരുത്തുകയാണെങ്കിൽ ദൈവത്തിന് ഇന്നലെ വിവരക്കേടുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് അവതരിപ്പിച്ചത് നാളെ തിരുത്തിയാൽ ദൈവം ഇന്നലെ വിവരമില്ലാത്തവനായിരുന്നു. ഇന്നാണ് ദൈവത്തിന് ബോധമുണ്ടായത്, അതുകൊണ്ട് ഇന്ന് അവതരിപ്പിച്ചു, ഇന്നലെ തിരുത്തി. ദൈവത്തിന് അങ്ങനെ തിരുത്തേണ്ട കാര്യമില്ല. എല്ലാ കാലത്തും അവതരിപ്പിച്ച സർവ്വവേദങ്ങളും സത്യമാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് നൂറ് എന്നാണ്. തൗറാത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് നൂറ് എന്നാണ്. ഇഞ്ചീലിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് നൂറ് എന്നാണ്, പ്രകാശം എന്നാണ്. ഖുർആനിനെ കുറിച്ച് ഫുർഖാൻ എന്ന് പറയുന്നു, തൗറാത്തിനെ കുറിച്ച് ഫുർഖാൻ എന്ന് പറയുന്നു, ഖുർആനിനെ കുറിച്ച് ഹുദ എന്ന് പറയുന്നു, ഇഞ്ചീലിനെ കുറിച്ച് ഹുദ എന്ന് പറയുന്നു. ഖുർആനിനെ കുറിച്ച് ഖുർആൻ എന്തൊക്കെ വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ടോ അതൊക്കെ ഇഞ്ചീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ തൗറാത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചു കാലത്തേക്കുള്ള നൂറ് മാത്രമായിരുന്നു എന്ന് കരുതാൻ എന്താണ് യുക്തിയും ന്യായവും ഉള്ളത്? അത് കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള പ്രകാശമാണ്, കുറച്ചു കാലത്തേക്കുള്ള ഹുദയാണ്, അള്ളാഹുവിന്റെ വചനങ്ങളാണ്. ഒരു ന്യായവുമില്ല ഖുർആനികമായിട്ട്. പക്ഷേ നമ്മുടെ സാമുദായികത നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നു. ഖുർആനികമായ സത്യം അംഗീകരിക്കാൻ പോലും നമ്മുടെ സാമുദായിക മനസ്സ് നമുക്ക് അവസരം തരുന്നില്ല, നമ്മെ സമ്മതിക്കുന്നില്ല. നമ്മുടെ സാമുദായിക മനസ്സ് അത്രയും ഇടുങ്ങിപ്പോയിരിക്കുന്നു. ഖുർആൻ പറയുന്നു തൗറാത്ത് നൂറാണെന്ന്, നമ്മൾ പറയുന്നു ആ നൂറ് കെട്ടുപോയെന്ന്. ഖുർആൻ പറയുന്നു തൗറാത്ത് ഹുദയാണെന്ന്, നമ്മൾ പറയുന്നു ആ ഹുദ തീർന്നുപോയെന്ന്. ഖുർആൻ പറയുന്നു തൗറാത്ത് ഫുർഖാനാണെന്ന്, നമ്മൾ പറയുന്നു ഫുർഖാൻ ഖുർആൻ മാത്രമാണെന്ന്. നമ്മൾ ആരെയാ തിരുത്തുന്നത്? പ്രിയമുള്ളവരെ, നാം ആലോചിക്കേണ്ടതാണ്. എല്ലാ വേദങ്ങളും സാർവകാലികമാണ്, നിത്യപ്രസക്തമാണ്. വേദങ്ങളാണ്, ദൈവവചനങ്ങളാണ്. ഭാരതത്തിലുമുണ്ട് വേദങ്ങൾ. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 4 വേദങ്ങളാൽ സമ്പന്നമായ നാടാണ് നമ്മുടെ ഭാരതം. അതുകൊണ്ട് ഭാരതീയർ വേദക്കാരാണെന്ന് മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞു, അല്ലാമ ഷിബിലി നുഅ്മാനി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല നേതാവും മഹാചിന്തകനുമായ ടി മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇന്ത്യക്കാർ വേദക്കാരാണ്, വേദക്കാരായി അംഗീകരിക്കപ്പെടണം. ഇത് ശക്തമായി മുന്നോട്ട് വെച്ച ആളായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഖുർആൻ വ്യാഖ്യാതാവുമായ മൗലാന അബുൽ കലാം ആസാദ്. അതിനു മുമ്പേ പറഞ്ഞ ആളായിരുന്നു അല്ലാമ ഷിബിലി നുഅ്മാനി. ഇതേ അഭിപ്രായം പങ്കുവെച്ചയാളാണ് അല്ലാമ ഇഖ്ബാൽ. പക്ഷേ നമ്മുടെ ഫിഖ്ഹ് ഇവർ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞു വെച്ചു, ഇന്ത്യക്കാർ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞു വെച്ചു. അതിന്റെ കാരണം അവർ വിഗ്രഹാരാധകരാണത്രേ. എങ്കിൽ ക്രിസ്ത്യാനികളെക്കാൾ വലിയ വിഗ്രഹാരാധകരാരാണുള്ളത്? ക്രിസ്ത്യാനികൾ വിഗ്രഹത്തെ ആരാധിക്കുന്നവരല്ലേ? മുസ്ലിങ്ങളെക്കാൾ വലിയ വിഗ്രഹാരാധകരാരാണുള്ളത്? നിങ്ങളൊന്ന് ബോംബെയിൽ പോയി നോക്കണം, മാഹിം ദർഗയിൽ, അജ്മീറിൽ പോയി നോക്കണം. ഇങ്ങനെ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, പുറത്ത് ഫലസ്തീനിൽ, ഇസ്രായേലിൽ, ഈജിപ്തിൽ ഒക്കെ പോയി നോക്കിയാൽ നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയുന്നത് ശുദ്ധമായ വിഗ്രഹാരാധനയാണ്. എന്തിന്? പുതിയ തരീഖത്തുകൾ എന്ന പേരിൽ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ സ്ഥാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫോട്ടോ വെച്ചുകൊണ്ടുള്ള പൂജകൾ തന്നെയാണ്. ഇത് വിഗ്രഹാരാധനയല്ലേ? വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷാൽ ഗ്രഹിക്കുന്നതെന്നാണ്. വിശേഷാൽ ഗ്രഹിക്കാൻ സാധിക്കുന്ന വസ്തുക്കളാണെങ്കിലും തത്വങ്ങളാണെങ്കിലും അത് വിഗ്രഹങ്ങളാണ്. തത്വങ്ങളും വിഗ്രഹങ്ങളാണ്. ലൈലത്തുൽ ഖദ്ർ ഒരു വിഗ്രഹമല്ലേ? വെള്ളിയാഴ്ച ഒരു വിഗ്രഹമല്ലേ? വിശേഷാൽ ഗ്രഹിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വിഗ്രഹങ്ങളാണ്.
വിഗ്രഹം എന്നത് ഒരു സംസ്കൃത പദമാണ്. വി എന്ന് പറയുന്നത് വിശേഷാൽ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അത് തത്വമാണെങ്കിലും കൊള്ളാം, വസ്തുവാണെങ്കിലും കൊള്ളാം. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, അഹ്ലി കിതാബിലും മുശ്രിക്കുകളിലും പെട്ടവർ എന്ന് പറയുന്നുണ്ട്. അഹ്ലി കിതാബ് ആരാണ്? നമ്മൾ സാധാരണ പറയുന്ന നസാറാക്കളും യഹൂദികളും. എങ്കിൽ ഈ നസാറാക്കൾ ആരാണ്? നസാറാക്കൾ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇന്നല്ലാഹ സാലിസു സലാസ. അവർ പിതാവിനെ ദൈവമായി കണക്കാക്കുന്നു, അതുപോലെ പുത്രനെയും ദൈവമായി കണക്കാക്കുന്നു, പരിശുദ്ധാത്മാവിനെയും ദൈവമായി കണക്കാക്കുന്നു, മാതാവിനെ ദൈവത്തിന് തുല്യയായി കണക്കാക്കുന്നു, പുണ്യാളന്മാരോട് തേടിക്കൊണ്ടിരിക്കുന്നു, വിശുദ്ധരെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധരാണ് ദൈവത്തിന്റെയും സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും ഇടയിലുള്ള ആളുകൾ എന്നവർ കണക്കാക്കുന്നു. അതുകൊണ്ട് പുണ്യാളന്മാരോടാണ് പറയുന്നത്, വിശുദ്ധ മാതാവെ ഞങ്ങളെ രക്ഷിക്കണേ, വിശുദ്ധ അൽഫോൻസാമെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നു ക്രിസ്ത്യാനികൾ. ആ ക്രിസ്ത്യാനികളെ കുറിച്ച് ഖുർആൻ ബഹുദൈവാരാധകർ എന്ന് പറയുന്നില്ല. കാരണം ഖുർആൻ പറയുന്നത് ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ എന്നാണ്. മുശ്രിക്ക് എന്ന പദം വേറെയാണ് പറയുന്നത്. നമുക്ക് ഭാരതീയരെ എവിടെയാണ് പെടുത്താൻ കഴിയുക? ഭാരതീയർ വേദക്കാരാണ്. 4 വേദങ്ങൾ. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, നമ്മെ ആരും ഹിന്ദുക്കൾ എന്ന് വിളിക്കരുത്, നാം ഹിന്ദുക്കൾ എന്ന് അറിയപ്പെട്ടുകൂടാ. നമ്മെ എന്തെങ്കിലും പേര് വെച്ച് ആർക്കെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മെ വൈദികരെന്ന് വിളിക്കട്ടെ, കാരണം നാം വേദത്തിന്റെ ആളുകളാണ്. നമ്മെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മെ വിളിക്കേണ്ടത് വൈദികരെന്നാണ്, നാം വേദത്തിന്റെ ആളുകളാണ്. അവർക്ക് വേദമുണ്ടോ എന്ന് ചോദിച്ചാൽ വേദമില്ല. നമുക്ക് ഖുർആനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണത്. ഋഗ്വേദവും അഥർവവേദവും സാമവേദവും യജുർവേദവും വായിച്ചവർ ഹിന്ദുക്കളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. ഖുർആൻ വായിച്ചവർ മുസ്ലിങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം പോലെ. നാം ഖത്തം തീർക്കുകയല്ലാതെ അതിന്റെ ആശയങ്ങളിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കും സാധിക്കാറില്ലല്ലോ. അപ്പോൾ വേദം എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ വേദക്കാരാണ് ഭാരതീയർ. അങ്ങനെ വേദക്കാരാണ് ഭാരതീയർ എന്ന് നാം വിചാരിച്ചാൽ, എന്ന് നാം പറഞ്ഞാൽ, ഷിബിലി നൊമാനിയും ആസാദും ഇഖ്ബാലും പറഞ്ഞ, കേരളത്തിൽ ടി മുഹമ്മദ് സാഹിബ് പറഞ്ഞു വെച്ച ആ കാര്യം നമ്മൾ അംഗീകരിച്ചാൽ, ഇത് അവിടെയൊന്നല്ല. നമ്മുടെ അഷ്റഫ് സാഹിബൊക്കെ അദ്ദേഹത്തിന്റെ റിസർച്ചിലൊക്കെ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് 5ാം ഖലീഫ എന്ന് ആരെക്കുറിച്ചെങ്കിലും ആലങ്കാരികമായിട്ട് പറയാമെങ്കിൽ അതിനർഹനായ ഒരേ ഒരു വ്യക്തി മാത്രമേ ചരിത്രത്തിലുള്ളൂ. അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ചോദ്യം പോയി. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് തോന്നുന്നു, അല്ലെ അഷ്റഫ് സാഹിബ്? അതെ, അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നൊരു ചോദ്യം പോയി. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് വന്ന ആള് അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ത്യക്കാര് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? അതിന് അദ്ദേഹത്തിന്റെ മറുപടി, സംശയമെന്ത്, അവർ വേദക്കാരാണ്, വേദക്കാരോടെന്ന പോലെയാണ് അവരോടുള്ള സമീപനം സ്വീകരിക്കേണ്ടത്, അവർ വേദക്കാർ തന്നെയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് തന്നെ ഉണ്ട് ഈ കാര്യം. പക്ഷേ ഭാരതീയരെ വേദക്കാരായി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്ത കാരണത്താലാണ് ഇന്ന് ഭാരതത്തിൽ നമുക്കൊരു ദഅവ ആസൂത്രണം പോലും, ഒരു ദഅവ ആസൂത്രണം. നമ്മുടെ ദഅവ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വാദിക്കുക, ജയിക്കുക, ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരം, ഇരുത്തുക, അമർച്ച ചെയ്യുക, പരിഹസിക്കുക, നിന്ദിക്കുക, വൈജ്ഞാനികമായി തന്റെ മികവ് തെളിയിക്കുക, തന്റെ മനഃപാഠം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുക എന്നിങ്ങനെയുള്ള വാചക കസർത്തുകൾ കൊണ്ടാണോ ദഅവത്ത് നടത്തേണ്ടത്? അങ്ങനെയാണോ ദഅവത്തി രീതി പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്? ദഅവത്ത് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? എന്താണ് ദഅവത്ത്? എങ്ങനെയാണ് അതിന്റെ സ്ട്രാറ്റജി രൂപപ്പെടുത്തേണ്ടത്? വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള പ്രവാചകന്മാരുടെ ചര്യയിൽ നമുക്ക് എങ്ങനെയാണ് ദഅവത്ത്, എന്താണ് ദഅവത്ത്, എങ്ങനെയാണ് ഒരു സമൂഹത്തെ നാം സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ചിത്രമുണ്ട്. ഇന്നും ഭാരതീയ സമൂഹത്തോടുള്ള നമ്മുടെ നിലപാട് വ്യക്തമല്ല. ഭാരതീയ സമൂഹം ആരാണെന്ന് നമ്മൾ ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഇവർ വേദക്കാരാണോ മുശ്രിക്കുകളാണോ? ദാറുൽ കുഫ്റാൻ ഇന്ത്യ എന്ന് പറഞ്ഞു പോയ ആൾക്കാരുണ്ട്. ദാറുൽ കുഫ്റാൻ ഇന്ത്യ എന്ന് പറഞ്ഞു പോയ ആൾക്കാർ, ഇവരോട് യുദ്ധം ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞവർ. ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാഷ്ട്രത്തോടുള്ള നമ്മുടെ സമീപനം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല? നമ്മുടെ നാടിനോടുള്ള നാം ജീവിക്കുന്ന ഈ മണ്ണിനോടുള്ള, ഈ മണ്ണിന്റെ മഹത്വം,
ഈ സ്ഥലത്തിന്റെ ഈ രാഷ്ട്രത്തിന്റെ മഹത്വം, ഈ രാഷ്ട്രം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം എന്നറിയണമെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിലൂടെ വെറുതെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ മതി. പ്രശ്നങ്ങളും കുഴപ്പങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ രാഷ്ട്രത്തിലും ഉണ്ടാകുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങളുമുണ്ട്. ഒരുപാട് അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഉണ്ട്. അതൊന്നും കുറച്ചു കാണുന്നില്ല. പക്ഷേ അതോടൊപ്പം നമ്മുടെ ഭാരതം പോലെ മഹോന്നതമായ സംസ്കൃതിയുള്ള, മനുഷ്യന് അത്രമേൽ ഉദാത്തമായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ണ് ലോകത്ത് വേറെയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഭാരതം തന്നെയാണ്. അത് പ്രകാശത്തിന്റെ നാട് തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ വലുപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. വിദേശ രാഷ്ട്രങ്ങളിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന പണ്ഡിതന്മാരോട് നമ്മൾ ആശയവിനിമയം നടത്തുമ്പോഴാണ് അവരനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെ, പാരതന്ത്ര്യത്തിന്റെ അസ്വസ്ഥതകൾ എത്ര വലുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ വല്ലാതെയൊന്നും വർഗീയതയും ഫാഷിസവും ഒന്നും പാടില്ല. അതൊന്നും ഈ മണ്ണ് വല്ലാതെ സഹിക്കില്ല. കുറച്ചു കാലം മനുഷ്യരുടെ യഥാ രാജ തഥാ പ്രജ, മൗദൂദിയുടെ ഒരു നിരീക്ഷണമുണ്ട്. കെട്ട പാല് കടഞ്ഞാൽ കെട്ട വെണ്ണയല്ലാതെ കിട്ടുകയില്ല എന്നതുപോലെ മനുഷ്യന്മാരെ ആയിത്തീർന്ന ഒരവസ്ഥയിൽ നിന്ന് അവർക്ക് പറ്റിയ നേതൃത്വം ഉരുത്തിരിഞ്ഞു വരും എന്ന പ്രകൃതി നിയമത്തിന്റെ ഭാഗമായി നമുക്ക് ആരൊക്കെയോ നമ്മുടെ നേതാക്കളായി രാഷ്ട്രത്തിന്റെ തലപ്പത്ത് വരുമെന്നല്ലാതെ അത് ഭാരതത്തിന്റെ കുഴപ്പമോ ഭാരതീയരുടെ കുഴപ്പമോ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. രാഷ്ട്രീയമായ പക്വത നേടാത്ത ഒരു സമൂഹത്തിന് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് വേറൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിനോടുള്ള, നമ്മുടെ നാട്ടുകാരോടുള്ള സമീപനത്തിൽ നമുക്ക് വ്യക്തത ഉണ്ടാകണം വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു ചർച്ചയുടെ തുടക്കമെന്ന നിലക്ക് മതങ്ങളോടുള്ള ഇസ്ലാമിന്റെ സമീപനം, ഇസ്ലാം ഒരു മതമല്ല എന്നിടത്താണ് അതിന്റെ സ്റ്റാൻഡ് നമ്മൾ കാണേണ്ടത്. ഇസ്ലാം ഒരു മതമല്ല, എല്ലാ മതങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു. ആരാണോ നന്മ ചെയ്യുന്നത് അവർക്കാണ് മോക്ഷം. ആരാണോ തിന്മ ചെയ്യുന്നത് അവർക്കാണ് ശിക്ഷ. സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല. ദൈവവിശ്വാസവും പരലോകബോധവും സൽക്കർമ്മങ്ങളും ഉണ്ടാകണം. സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് അനുഷ്ഠാനങ്ങളല്ല. സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നിടത്ത് അനുഷ്ഠാനങ്ങൾ എന്ന് ചേർത്തുകൊണ്ടാണ് നമ്മുടെ പരിഭാഷ ഉണ്ടാകാറുള്ളത്. അമലു സാലിഹാത്ത് എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കൽ എന്നാണ്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയില്ല. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. അനുഷ്ഠാനങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. ഒരു വാക്കിന്റെ പരിഭാഷയെ പോലും അട്ടിമറിക്കപ്പെടുന്നുണ്ട്. ഒരു പദാവലി ഒരു സംസ്കാരത്തിന്റെ സൂചനയാണ്. ഒരു പദം ഒരു സംസ്കാരത്തിന്റെ സൂചനയാണ്. ഒരു സമൂഹം ഒരു പദം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് പിൽക്കാലത്തെ ചരിത്രം, അവരുടെ സംസ്കാരം എന്തെന്ന് അടയാളപ്പെടുത്താൻ ആ ഒരൊറ്റ പദം മതി. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് നമ്മൾ പറഞ്ഞാൽ പിൽക്കാലത്തെ സമൂഹം നമ്മളെക്കുറിച്ച് വിലയിരുത്തും. അനുഷ്ഠാനങ്ങളാണ് സൽക്കർമ്മം എന്ന് തീരുമാനിച്ച ഒരു സമൂഹമായിരുന്നു അവർ. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കലല്ല, അനുഷ്ഠാനം വരെയാണ്. വഅമിലുസ്സാലിഹാത്തി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഖുർആൻ വഅഖാമുസ്സലാത്ത എന്ന് പറയുന്നത്, യുഖീമുസ്സലാത്ത എന്ന് പറയുന്നത്. അനുഷ്ഠാനങ്ങൾ വേറെയാണ്, സൽക്കർമ്മങ്ങൾ വേറെയാണ്. അനുഷ്ഠാനങ്ങൾ നിർബന്ധമാണ്, അത് മനുഷ്യന്റെ ആത്മസംസ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. സൽക്കർമ്മങ്ങൾ വേറെയാണ്. അമലുസ്സാലിഹാത്ത് അത് ഒരു സമൂഹത്തിന്റെ സൽക്കർമ്മങ്ങൾക്ക് നൽകാവുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് തനിക്കോ താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനോ പ്രാണിവർഗത്തിനോ പെട്ടെന്നോ ദീർഘകാലാടിസ്ഥാനത്തിലോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാവിധ നന്മകളുമാണ് സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ സൽക്കർമ്മങ്ങൾ ആര് ചെയ്യുന്നുവോ അവർക്കാണ് മോക്ഷമുള്ളത്, അവർക്കാണ് രക്ഷയുള്ളത്. തിന്മ ചെയ്യുന്നവർക്ക് അവരേത് ജാതി മത സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും. അതുകൊണ്ടാണ് മുഹമ്മദ് നബി തന്റെ മകൾ ഫാത്തിമയെ വിളിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞത്, മോളെ ഫാത്തിമ, നിനക്ക് നിന്റെ സ്വർഗം തീരുമാനിക്കാം, നിനക്ക് നിന്റെ നരകം തീരുമാനിക്കാം. നീ മുഹമ്മദിന്റെ മകളാണെന്നതുകൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പോവില്ല. നീ മുഹമ്മദിന്റെ മകളായതുകൊണ്ട് മാത്രം നിനക്ക് എന്തെങ്കിലും അർഹതപ്പെട്ട് തടയുകയുമില്ല. നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് നാം ആദ്യം മുതൽ അവസാനം വരെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ
നമുക്ക് വല്ലവരോടും വിദ്വേഷം തോന്നുന്നുവെങ്കിൽ നമ്മൾ മുസ്ലിം ആയിട്ടില്ല. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ആരോടെങ്കിലും വല്ലാത്ത അടുപ്പം തോന്നുന്നുവെങ്കിൽ നാം മുസ്ലിം ആയിട്ടില്ല. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും അവഗണിക്കണമെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നാം മുസ്ലിം ആയിട്ടില്ല. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അർഹമായ വല്ല സഹായവും ആർക്കെങ്കിലും നാം തടഞ്ഞിട്ടുണ്ടെങ്കിൽ നാം മുസ്ലിം ആയിട്ടില്ല. മുസ്ലിം ആകാൻ ഇനിയുമേറെ സഞ്ചരിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.